ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്ര ദിവസം ഓരോരോ വീഡിയോ ആയിട്ട് നമ്മൾ അങ്ങനെ പോയി. നമ്മൾ അതിൽ കുറേ തെറ്റിദ്ധാരണകളും കുറേ സംശയങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഒരുപാട് പേരുടെ സംശയങ്ങളാണ്. നമ്മൾ എത്ര അത് റിപ്പീറ്റ് ചെയ്താലും തിരുപ്പി നമുക്കത് ചോദിച്ചും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങളും സർവ്വസാധാരണ ഞങ്ങളുടെ എല്ലാ വീഡിയോസ് എടുത്താലും എല്ലാവർക്കും മനസ്സിലാവും. സാധാരണ ഒരു വീഡിയോക്കും ഒരു കമൻറ്റിനും ഞങ്ങൾ തിരിച്ച് റിപ്ലൈ കൊടുക്കണമില്ല. സോഷ്യൽ മീഡിയ ആവുമ്പോൾ അങ്ങനെ ആയിരിക്കും, നമ്മൾ പറയുന്നത് പറയട്ടെ, അങ്ങനെ ഒരു ഇതിലായിരുന്നു നമുക്കത് വേണ്ട. ചിലവർ നമ്മൾ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലർ നമ്മളെ നല്ലതായിട്ട് തളർത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് എന്തായാലും ഇത് നല്ല മനസ്സിലായിക്കണം. എന്താ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലല്ലോ. അതെ, ഞാൻ പറയാൻ മനസ്സിലായത്, നമ്മൾ ഓരോരോ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ തളർത്താനായിട്ട് ബാക്കിലും കുറേ ആൾക്കാരുണ്ടാവും. പൊതുവേ നമ്മുടെ കുടുംബം, നമ്മളറിയണവര്, നമ്മളെന്നും വളരരുത്, അവർക്ക് എന്തിനാപ്പോൾ അത് ഇതൊക്കെ ലെവിട്ട് അങ്ങനെ ഇരിക്കണവരുണ്ടാവും. സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അത്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാനുണ്ട്. ഇനി അത് ആരും റിപ്പീറ്റ് ചെയ്യരുത്, ഇനി ആരും ചോദിച്ചു വരരുത്. അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ എത്ര ചെയ്താലും പിന്നെ അത് ചോദിച്ചുകൊണ്ട് വരികയാണേ. അപ്പൊ എത്ര നമ്മൾ അത് പറയുമ്പോൾ ഞങ്ങൾക്കും കഷ്ടമാണ്, കേൾക്കണം നിങ്ങൾക്കും കഷ്ടമാണ്. എന്നിട്ട് ഞങ്ങൾ പൊതുവെ ഒരു വീഡിയോ ഇട്ടാലും, ഇപ്പൊ 2-3 ആഴ്ച മുന്നേ അമ്മ വന്ന വീഡിയോയിൽ ഉമ്മാനെ ഗസ്റ്റ് ചെയ്ത് വിളിച്ചു. ഇന്നലെ TV വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് പണം ഉണ്ടാകുന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ TV വാങ്ങിയത്, പഴയ TV പോരെ, അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടു. അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാൻ വന്നേ. അവിടെയൊക്കെ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതെന്തായാലും നമുക്ക് ശരിയാക്കിയേ പറ്റുള്ളൂ. അത് നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ല, ആൾക്കാരുടെ സംശയങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 3.5 മാസം, എല്ലാവർക്കും അറിയാം, 3.5 മാസത്തോളം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 മാസം മാക്സിമം. അപ്പൊ നമ്മൾ വിചാരിക്കും 4 മാസം ഞങ്ങൾ എവിടെ പോയിട്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴയ വീഡിയോകൾക്കൊക്കെ ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മൾ ഇടാത്ത കാരണം ചോദിച്ചാൽ അപ്പി നമുക്കും അത് അവരുടേതായ കുറച്ച് സാഹചര്യങ്ങളും, പിന്നെ എനിക്ക് കാലിന് വയ്യാത്ത കാരണങ്ങളും കൊണ്ടും, അത് കാലിന് വയ്യാത്ത കാരണം കൊണ്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. ആ ഒരു വീഡിയോ ഇടുന്ന സമയത്താണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും എന്തോടെ 2 കാലും ഇട്ടുക്കണം. അപ്പൊ ആ ഒരു 4 മാസം നമുക്ക് ഇതുണ്ടായിരുന്നു. അപ്പൊ ആ 4 മാസം നമുക്ക് കൈ കൊടുത്തതാരാ? അപ്പൊ എന്ത് മനസ്സിലാക്കണം, നമുക്ക് യൂട്യൂബ് മാത്രമല്ല നമ്മളുടെ വരുമാനം. നിങ്ങൾ എത്ര വർഷം വിലക്ക് പോയിട്ടിരിക്കുക? 15 വർഷവും നമ്മൾ യൂട്യൂബ് ഉണ്ട് പറഞ്ഞിട്ട് ഇരുന്ന് നമുക്ക് സമ്പാദ്യം ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് കൂടി ഇരുന്ന് ചോറുന്നാനും വാടക കൊടുക്കാനൊന്നും പറ്റില്ല. യൂട്യൂബ് പറഞ്ഞത് എൻ്റെ ഒരു ഇതാണ്. ഇപ്പം നമുക്ക് അതിനൊരു 10 രൂപ കിട്ടുകയാണ് പറഞ്ഞാൽ നാളെ പിന്നെ ആരെടുത്തും പെട്ടെന്നൊരാവശ്യത്തിന് കൈ നീട്ടേണ്ട ആവശ്യം നമുക്ക് വരില്ല. അപ്പൊ ഈ യൂട്യൂബത്തെ പൈസ പറഞ്ഞാൽ നമ്മളൊരു സേവിങ്സ് മാതിരിയാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. മെയിൻ അപ്പം ഞാൻ സത്യം പറയാം, ഇപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ വരുന്നുണ്ട്, ഒരു 10 രൂപ കൂടെ ഇത് എടുക്കില്ല. നിങ്ങളെ ചോയ്സ് നോക്കി എടുക്കും. നിങ്ങൾ അത് കാശ് വന്ന ടോട്ടൽ എൻ്റെ അടുത്ത് എടുക്കും. ഞാനാണ് അതിന് ആവശ്യത്തിന് ചിലപ്പോൾ വീട്ടിൽ ചിലവ്, കുട്ടികൾക്ക് പേന, പെൻസിൽ, അതിലൊക്കെ ഞാൻ തന്നെ പണ്ടിട്ട് നിങ്ങൾക്കിട്ട് ഞാൻ കേട്ടിട്ടൊക്കെയാണ്. ശരി, ഇപ്പോൾ പെട്ടെന്നൊരു ആസ്പത്രി കേസ് വന്നിട്ട് ജോലിക്ക് പോയി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ യൂട്യൂബിലായതുകൊണ്ട് ആ പൈസ അക്കൗണ്ടിലുണ്ടാവും. അപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളത് വേഗം പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വരുമാനം എനിക്കാണ്. ആ വരുമാനം സേഫ്റ്റി ആയിട്ട് നാളെ പിന്നെ കുട്ടികൾക്ക് അവരുടേത് ആവശ്യത്തിനായിട്ട് നമ്മൾ എടുത്തു വെക്കുന്നതാണ്. ഇപ്പോഴും ജോലിക്ക് പോയി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ അത്രയും സാധനങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് യൂട്യൂബ് അല്ലാതെ നമുക്ക് വേറെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ട്. യൂട്യൂബ് പോകുന്ന ഏകദേശം 2 വർഷം ആയുള്ളൂ. അതിന്റെ നടുവിൽ ഞാൻ വീഡിയോ ഇടും, ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടൂല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 4 വീഡിയോ ഇട്ടാൽ ഇത്ര എമൗണ്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ഇത്രയും 4 മാസം ഞങ്ങൾ ഇട്ടിട്ടില്ല. 4 മാസം ഒന്നും നമ്മൾ പട്ടിണിയൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് ജോലിക്ക് പോയി ആ പൈസയും കൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ യൂട്യൂബായിട്ട് നമ്മുടെ സമ്പാദ്യമായിട്ട് നമ്മൾ കണക്കാക്കണില്ല. ജസ്റ്റ് അതിൽ കിട്ടുന്ന വരുമാനം നമ്മൾ നാളെ മണി മേടിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അവരുടെ നടുവിൽ കൂടെ നമ്മൾ 4 മാസം വീഡിയോ ഇടാത്ത കാരണം കൊണ്ട് നടുവിൽ കൂടെ നമുക്ക് പ്രോബ്ലം വന്നു. യൂട്യൂബ് ചാനലിൽ ശരിക്കും എത്രയോ വ്യൂവേഴ്സ് പോയ വീഡിയോക്ക് എത്രയോ എമൗണ്ട് ലോ ആയിട്ടാണ് വന്നത്. അതുകൂടെ നമ്മൾ ചെയ്ത മിസ്റ്റേക്കാണ് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അത് പ്രശ്നമല്ല. അതേമാതിരിയാണ് ഇതും. ഇപ്പം ഈ ഒരാളുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വീട്ടിൽ
കൂടി വന്നിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി. ഒരുപാട് പേര് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ ന്യൂ ഇയർ എത്തട്ടെ, ഈ വീട്ടിൽ വന്നിട്ട് സ്വന്തം വീട് വാങ്ങട്ടെ കൊണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വന്തം വീട് എല്ലാവർക്കും ഇപ്പോൾ ജനിച്ചിട്ട് മരിക്കണവർക്ക് 2 ആഗ്രഹം ഉണ്ടെന്ന് പറയും. ഒന്ന് സ്വന്തം വീട്, രണ്ടെന്താ ഒരു മരിക്കണതിന്റെ മുന്നേ ഹജ്ജ് ഉംറ എന്നൊരു ജനിച്ചിട്ടും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ മനസ്സിലാക്കാത്ത 2 ആഗ്രഹം. ഇപ്പൊ ഞങ്ങൾക്കും കൂടെ ഇപ്പൊ നമ്മൾ വാടക വീടാണെങ്കിലും നമ്മൾ എവിടേക്കോ അജ്മീർ മുതൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പറക്കും, സമ്പാദിക്കണോ നമ്മൾ കൂട്ടി വെക്കണം. നാളെ ഞാൻ മരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ സേവിങ്സിന് പെട്ടെന്ന് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ എടുത്തിട്ട് ഞങ്ങൾ ചിലവാക്കണമൊന്നുമില്ല. ഞങ്ങളുടേതായ പങ്കിന് നമ്മുടെ കുട്ടികളുടെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ തന്നെ അടുത്തിപ്പോൾ നിങ്ങൾക്കേ അറിയാം. ഇപ്പോൾ ഈ വീടിന് വാടക ഇതുവരെ ഞാൻ വാടക എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ വാടക പറഞ്ഞുതരാം. ഈ വീടിൻ്റെ അഡ്വാൻസും ഇതും ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വീടിൻ്റെ അഡ്വാൻസ് ഞങ്ങൾ 40,000 രൂപ കൊടുത്തുകൊണു. അതില്ലാണ്ട് ഞങ്ങളുടെ മാസം വാടക നമുക്ക് 8,000 രൂപയുണ്ട്. 8,000 രൂപ വാടകയും 200 രൂപ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ചാർജും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നലെ എത്ര വലിയ വീടിക്ക് എത്ര വലിയ വാടക ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട് കിട്ടാനില്ല. എത്രയോ ഒരു മാസത്തിന് മുന്നേ ഞങ്ങൾ വീട് തുടങ്ങുന്ന പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഈ ഒരു സമയത്ത് കിട്ടിയപ്പോൾ നമ്മളത് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 8,000 രൂപ പറഞ്ഞത് ഇപ്പോൾ ഒരു സർവ്വസാധാരണ ഇപ്പം എല്ലാവർക്കും കൊടുത്ത് ഇതായതുകൊണ്ട് നമ്മൾ ഇപ്പം 8,000 പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഫൈനാൻഷ്യലി കൊണ്ട് ഭയങ്കര ഇടിക്കും. കാരണം സനാമിയാസിന്റെ സ്കൂൾ ഫീസ്, അവരുടെ ഓട്ടോ ഫീസ്, വാടക, വീട്ടു ചെലവ്, മറ്റേ ഹോസ്പിറ്റൽ കേസ്, ഇതെല്ലാം പാടെ നമ്മുടെ തലയിൽ വലിയ എടുത്തി. ഇതൊരു കാരണം കൊണ്ടാണ് നമുക്ക് ആ ഫൈനാൻഷ്യലിന്റെ പ്രശ്നം കാരണം കൊണ്ടാണ് ഞങ്ങൾ 8 വർഷവും നമ്മൾ ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തത്. ഒരു സാധനം നമ്മൾ വാങ്ങാതെ കുറച്ച് സ്വരം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു വേറൊരു വീട് അപ്പം നമുക്ക് വേറൊരു വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അത്രയും സാധനങ്ങൾ വാങ്ങുന്നുള്ള ഒരു ഇതിലായിരുന്നു. നമ്മൾ പല്ല് കടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണ്. നമ്മൾ ഇത്രയും വലിയ എമൗണ്ടുള്ള വാടക വീട്ടിൽ പോയാൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യലി ഇടിക്കും. പിന്നെ മക്കൾ വലുതാവുകയാണ് സാധനം നമുക്ക് ഒരു പൊണ്ണും ഈ മകനും നമുക്ക് പെൺകുട്ടികൾ ഒരു കുട്ടിയുള്ളത് നമ്മൾ ഇപ്പം തന്നെ കരുതിയേ വെച്ചാൽ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആ വീട്ടിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല, ഞങ്ങൾ വാങ്ങാനും പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ വാങ്ങാത്തത് അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും വർഷം 15 വർഷം ജോലി ചെയ്ത് അത്രയും സ്വരം കൂട്ടി അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്തത്. ഈ വീട്ടിലിരിക്കുന്ന അത്രയും സാധനത്തിനും ഉളപ്പിൻ്റെ എന്താ പറയുക വിയർപ്പിൻ്റെ ഇതുണ്ട് അല്ലേ. കാരണം വിയർപ്പിൻ്റെ അതൊരു ഇതുണ്ട്. ഇപ്പൊ ടി വി എന്നാണ് ഞാൻ ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ ടി വിയുടെ പ്രശ്നം കണ്ടിട്ട് ടി വി പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ യൂട്യൂബിൽ നിന്ന് വാങ്ങിയ ടി വിയാണ്. എന്നിട്ട് ഞാനത് വിറ്റിട്ടില്ല. ഞങ്ങൾ അവിടെ തറവാട്ടിൽ വിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇതൊന്നും നമ്മട്ടില്ല. ഇപ്പൊ ടി വി വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മളത് ആ ചെറിയൊരു ടി വി ആയി. നമ്മൾ വേറെ ഇതിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിയപ്പോൾ ടി വിക്കും അതൊക്കെ ഒരു ഇതില്ലാണ്ട് പോയി. നമ്മൾ ഇത്രയും സാധനങ്ങൾ ബഡ്ജറ്റിൽ നമ്മൾ വാങ്ങിയിട്ട് അതിനായിട്ട് ഞങ്ങൾ ടി വി വാങ്ങിയത്. എ സി പറഞ്ഞത് ഞങ്ങളുടെ ആ വീട്ടിലിരിക്കുന്ന കനവാണ്. നമുക്ക് അവിടെ എന്തായാലും ഓപ്പൺ ടെറസും ഓടിട്ട വീടായതുകൊണ്ട് ഞങ്ങൾക്ക് എ സി നമുക്ക് ഇടാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എ സി വാങ്ങുന്നതിന്റെ കാരണം 2 ഉണ്ട്. ഒന്ന് വെയിൽ കാലം വന്നാൽ എനിക്ക് ബ്ലഡ് ഭയങ്കര ഹീറ്റായി അവിടെ എത്ര പോകുന്ന ബ്ലഡിന്റെ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നത് കാലിന്റെ തൊടയിൽ നടക്കാൻ പറ്റായിട്ട് പുണ്ണ് മാറായിട്ട് ഞാൻ 1 മാസത്തോളം ഞാൻ ഒപ്പി അടങ്ങാറായി നടന്നു. അപ്പൊ പിന്നെ ആ ഒരു വെയിൽ കാലത്തിന്റെ ഇതാണ് വാങ്ങിയത്. പിന്നെ സനാമിയാസിന്റെ ഒരു ഇത് എ സി വാങ്ങണോ, എ സിയിൽ ഇരിക്കണോ, അവർ എപ്പോഴേലൊക്കെ സിനിമ കാണാൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു ആഗ്രഹം. അപ്പൊ എന്തായാലും നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയതായതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനാണ് എ സി വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇന്നൊരു റൂം അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഇരുമ്പ് കട്ടിൽ നമ്മൾ വേണ്ട, അവിടെ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര അടിപ്പെടുന്നുണ്ട് കണ്ടിട്ടാണ് ഞാൻ ഇരുമ്പ് കട്ടിൽ വീട്ടിലും പൈസ കുറച്ച് അധികം ആയാലും ആ റൂം മാത്രം ഞങ്ങൾ അത്രയും കോസ്റ്റ്ലി മീൻസ് എല്ലാവരും സർവ്വസാധാരണ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത് ഞങ്ങളിപ്പോ എത്ര വർഷം ഈ വീട്ടിൽ ഇരുന്നാലും ഈ വീട് നമുക്ക് സ്വന്തം വീടുമാതിരിയാണ്. ഒരു വാടക വീടാണെങ്കിലും നമ്മളെ സ്വന്തം വീടുമാതിരിയാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ അത് ഇപ്പൊ പറഞ്ഞു വന്നാൽ ഞാൻ നീട്ടി പോണില്ല. കുറച്ച് തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടായിരുന്നു, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കൂടെ നമുക്ക് ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതെന്തായാലും നമ്മളിവിടെ പറയാം. ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഇത്ര 8 വർഷം നമ്മളെ വീട്ടിലായിരുന്നു. 8 മാക്സിമം ഒരു 10 വർഷം. ഇപ്പം ഞാൻ പറയും കല്യാണം കഴിഞ്ഞ ഒരു 3 വർഷം നമ്മൾ കൂട്ടുകാരുണ്ട്. ഈ 3 വർഷവും നിങ്ങൾക്ക് ശമ്പളം വിടുന്നത് 7,000 രൂപ. നോർമലായിട്ട് തെറ്റിദ്ധാരണ മാറ്റണല്ലോ. 7,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നതിൽ 5,000 രൂപ വീട്ടിലെ സർവ്വസാധാരണ ചെലവൊക്കെ കൊടുത്ത് മീതിയുള്ള പൈസയും കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിയിരുന്നത്. അപ്പയും നമുക്ക് ആ ഒരു 3 വർഷം ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് ഇപ്പം ഫാമിലിയിൽ പ്രോബ്ലം വേണ്ടാവിട്ടാണ് ഞങ്ങൾ പുറത്ത് വന്നത്. പുറത്ത് വന്നിട്ട് ഞങ്ങളെ മക്കളെ വലുതാകുമ്പോഴത്തേന് നമുക്ക് അപ്പിയും ചെറിയ
കഷ്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് നമ്മുടെ നിയാസ് എന്ന് നമുക്ക് ആയോ അവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലാതെ ഇത് കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം എപ്പോഴും ഒരു അത്യാവശ്യത്തിന് ഒരു 10 രൂപ എടുക്കാനുണ്ട്. അപ്പം നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ നിരന്തരം கிடையாது. 15 വർഷമാണ് ജോലിക്ക് പോകുന്നത്. ഇപ്പൊ കൂടെ ജോലിക്ക് പോയി കൊണ്ടായിരിക്കണം. ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയാം, ഇപ്പൊ ജോലിക്ക് പോകാൻ 10 മണിക്ക് പോകേണ്ട ആള് ഇനിയും പോയിട്ടില്ല. കാരണം നമ്മൾ ആ തെറ്റിദ്ധാരണ തീർക്കണം. കാരണം ജോലിക്ക് പോയാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. യൂട്യൂബ് വരുമാനം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഒരു സേവിങ്സ് മാത്രമാണ്. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ ആരെടുത്തും കൈ നീട്ടണ്ട. നമ്മളെ അടുത്തായിട്ട് ഇപ്പൊ കൂടെ അന്ന് 10 രൂപ എടുക്കില്ല. എൻ്റെ അടുത്ത് ആ എമൗണ്ട് മൊത്തം എൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. വാടക കൊടുക്കുന്നതും ബാക്കി എല്ലാ ചെലവും നമുക്ക് വരുന്ന ശമ്പളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ആ തെറ്റിദ്ധാരണ എല്ലാവരും ചോദിക്കരുത്. ഇത്രയും ജോലി എന്താണെന്ന് കൂടെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ജോലി ഓട്ടോമൊബൈൽസ് ആണ്. രാവിലെ 10 മണിക്ക് പോയാൽ രാത്രി 10 മണിക്കാ വരുള്ളൂ. നടുവിലും കൂടിയും വരില്ല. അപ്പം അത്രയും ജോലിക്ക് പോയിട്ടാണ് നമ്മളിവിടെ ജീവിക്കണം. നമ്മൾ ആരുവരെക്കും ആരെടുത്തും 10 രൂപ താ, ഞങ്ങൾ ഇങ്ങനെ കഷ്ടത്തിലാണ്, അങ്ങനെ ഞങ്ങൾ ഇതുവരെക്കും ആരോട് ചോദിച്ചിട്ടുമില്ല. നമ്മൾ നിന്നിട്ടുമില്ല. നമ്മൾ നമ്മളടുത്ത് ഉള്ളത് വെച്ച് നൽകുന്നില്ല. നമ്മൾ ഇതുവരെക്കും സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ ഒരുപാട് നേരിട്ടതാണ് കമൻറ്റുകൾ. അത് പിന്നെ സ്വാഭാവികം മാത്രം വരും സോഷ്യൽ മീഡിയ. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ഈ പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി എത്രത്തോളം തട്ടുന്ന് ആലോചിച്ച് ശ്രദ്ധിച്ചിട്ട് ഓരോരോ കമൻറ്റ് ഇടുക. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഞാനൊരു വീഡിയോക്ക് കമൻറ്റിന് റീപ്ലൈ കൊടുക്കാത്ത ഒരാളാണ്. ഞാൻ കേട്ടിട്ട് ഇവരിങ്ങനെ ആയിരിക്കുമ്പോട്ട് കാതുകൂടെ വിടുന്ന നോർമലായ ഒരാളാണ്. ഒന്നിനും എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും എന്നെ മനസ്സിലായിടത്തോളം ഞാൻ പറയാം. ഇതുവരെക്കും നിങ്ങൾക്കറിയില്ല ഞാൻ ആർക്കിട്ട് കേട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ കടം കൂടി അത്യാവശ്യം നമ്മൾ കടം വാങ്ങി ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കടം കൊണ്ട് 3 നേരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് ഒരു സാധാരണ നമുക്കിപ്പോ നല്ല രീതിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരും ആ ഒരു തെറ്റിദ്ധാരണയും ആ ഒരു ഇതും ചോദിച്ചിട്ട് ഇനി ആരും വരരുത്. നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് കഷ്ടമാണ്. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറ്റം പറയാ ഒന്നുമല്ല. ടോട്ടൽ ഒരു ഫാമിലിക്കുള്ള ഒരു തെറ്റിദ്ധാരണ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ. അസ്സലാമു അലൈക്കും.